ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3rd മോർണിംഗ് ആണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഹംപിന്ന് പൂനെയിലോട്ട് പോകും. പൂനെന്ന് പിന്നെ നോർത്തിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് തുംഗഭദ്ര നദി. ഹംപിയുടെ പ്രധാന വാട്ടർ സോഴ്സാണ് ഈ നദി. അങ്ങനെ ഹംപിയുടെ ടെറൈനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇനി എന്തെങ്കിലും തിരിച്ചു വരും. അങ്ങനെ ഡീസൽ അടിക്കാൻ നിർത്തി. 90 രൂപയുള്ളൂ ഇവിടെ ഡീസലിന്. നമ്മുടെ നാട്ടിലേക്കാളും 6 രൂപ കുറവുണ്ട്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഹനുമാഹള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ഇത് ഹനുമാന്റെ ബർത്ത് പ്ലേസ് ആണ്. ആ ഹനുമാന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നിടത്ത് അവരിപ്പോൾ ഒരു അമ്പലം, ഇപ്പോഴല്ല പണ്ട് തൊട്ടുള്ള ഒരു അമ്പലമാണ്, അമ്പലം സ്ഥാപിച്ചിട്ടുണ്ട്. അമ്പലം കാണിച്ചു തരാം. ഇതാണ് ഹനുമാനഹള്ളി, ഹനുമാന്റെ വില്ലേജ് എന്നർത്ഥം. ഈ കാണുന്ന 571 പടികൾ കയറി വേണം മുകളിലുള്ള അമ്പലത്തിലേക്ക് എത്താൻ. സ്റ്റീപ്പാണ്, പക്ഷേ നല്ലപോലെ അത് കവറൊക്കെ ചെയ്ത രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. ഈ ടെമ്പിളിനെ മങ്കി ടെമ്പിൾ എന്നും പറയാറുണ്ട്. ശ്രീരാമനും ഹനുമാനും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഇവിടെയാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നല്ല നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. സാധാരണ കേരളം വിട്ട് കഴിഞ്ഞാൽ അധികം നീറ്റായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടാറില്ല. ഇത് കുഴപ്പമില്ല, ഇത് നല്ല ഭംഗിയായിട്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സീറ്റിംഗ് ഒക്കെ ഉണ്ടോ? നിലത്ത് നമ്മളിങ്ങനെ മെത്ത പോലെ വിരിച്ച് ഉള്ള നല്ല നീറ്റായിട്ടുണ്ട്. നിലത്തിരിക്കാൻ മടിയായിട്ട് എല്ലാവരും ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുവാണേ. നമ്മൾ കഴിക്കാൻ പൂരിയാണ് പറഞ്ഞത്. ഈ പൂരി വന്നിട്ടുണ്ട്. നല്ല ഉരുണ്ട പൂരി. ഇനി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചല്ല, പൂനെയിലോട്ട് പോവാം. അങ്ങനെ വീണ്ടും മെയിൻ ഹൈവേയിലെത്തി. ഇന്ന് 563 കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്രയാണ്. ഇവിടുന്ന് നേരെ വിജയപുര വഴി സോലാപൂർ വഴി പൂനെ. ഫുൾ ലോറിയാണ്. അതെങ്ങനെ കയറ്റിയതപ്പോൾ അറിയില്ല. ലോറിയിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മീഡിയനൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. പല കളറിലുള്ള ബൊഗൈൻവില്ല പൂക്കളൊക്കെ വെച്ച്. വീട്ടിൽ വളർത്തുന്ന ബൊഗൈൻവില്ല പോലും ഇത്രയും പൂക്കളൊന്നും ഉണ്ടാവില്ല. ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ സമ്മതിക്കണം. ശരിക്കും ലോറിക്കാരൊക്കെ ലെഫ്റ്റിൽ കൂടെ മാത്രം പോകുന്നതാണ് റോഡ്. ചെവി കയറി അടിക്കണം തോന്നുന്നു. അടുത്തത് അതും ഇങ്ങനെ തന്നെയോ? ഇവരെന്തോ പരിപാടിക്ക് പോവാം. അമ്പലത്തിൽ പോകണ എന്തോ പരിപാടിയാ. സിഗ്നലിന് പോവാം. റെഡ് സിഗ്നലായിട്ട് അവരൊക്കെ അങ്ങ് പോവാം. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. വിജയപുരം എത്തിയപ്പോൾ ഗോൾ ഗുംബാസ് എന്ന് പറഞ്ഞൊരു മോണുമെന്റ് സൈഡിൽ കണ്ടു. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാം. വഴിയൊക്കെ വളരെ മോശം. ഹൈവേ വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നല്ല തിരക്കുണ്ട്. സ്കൂൾ പിള്ളേരും സാധാ ക്രൗഡും എല്ലാവരും ഉണ്ട്.
താൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് പോലും അറിയാതെ ഊഞ്ഞാലാടുന്ന ഒരു കുട്ടി. ഇതാണ് ഗോൾ ഗുംബാസ്. ഇതിന് മുകളിലുള്ള ആ വലിയ ഡോം ഹൈവേ എന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തത്. കർണാടകയിലെ ബിജാപൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നിർമ്മിതിയാണ് ഗോൾ ഗുംബസ്. ബിജാപൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീര മന്ദിരമാണ് ഇത്. ഭാഷയിൽ ഗോൾ ഗുംബസ് എന്ന് പറഞ്ഞാൽ പനിനീർ പുഷ്പമകുടം എന്നാണ് അർത്ഥം. ഏതാണ്ട് 1656 പണിതീർത്തതാണ് ഈ ബിൽഡിംഗ്. എന്നുവെച്ചാൽ ഏകദേശം 360 വർഷത്തോളം പഴക്കമുണ്ടെന്ന് സാരം. ഇതൊരു സ്ക്വയർ ഷേപ്ഡ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ 4 കോണിലുമായി 8 വശങ്ങളോട് കൂടിയ ഗോപുരങ്ങളും ഉണ്ട്. 7 നിലകളുള്ള ഈ ഗോപുരത്തിനകത്ത് മുകളിലേക്ക് പോകുവാനായി ഏണിപ്പടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ ചെന്നാൽ വിസ്പറിംഗ് ഗാലറി എന്ന പേരുള്ള ഈ ഡോമിന്റെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് എത്തുന്നത്. വിസ്പറിംഗ് ഗാലറിയിലേക്ക് എത്താൻ 7 നിലയോളം ഈ കാണുന്ന ചെറിയ ഇടനാഴിയിലൂടെ വേണം കയറാൻ. ഇതാണ് ഡോം, അതായത് വിസ്പറിംഗ് ഗാലറിയുടെ പുറമേയുള്ള രൂപം. ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. എന്തൊരു വലിപ്പമാണെന്ന് നോക്കിയേ. ഒരു രഹസ്യം പോലും പറഞ്ഞാൽ 7 തവണ അത് ഉച്ചത്തിൽ കേൾക്കുന്ന രീതിയിലാണ് ഈ ഡോം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് പറ്റില്ല, കാരണം ഇവിടെ വരുന്ന എല്ലാവരും അലയും വിളിയും കൂക്കലും ഒക്കെയാണ്. ആകെ ബഹളം. കയറുന്നതിൻ്റെ 4 ഇരട്ടി ക്യൂ ആണ് ഇതിൽ നിന്ന് ഇറങ്ങാൻ. കാരണം ഇറങ്ങുന്ന വഴി തീരെ ചെറുതാണ്. ഇതാണ് ബീജാപൂർ സുൽത്താൻ മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരം. മട്ടൺ, ചിക്കൻ, എല്ലാ ബിരിയാണിയുണ്ട്. മഹാരാഷ്ട്രയിലെ ഏതോ ഒരു ടോൾ പ്ലാസ. നല്ല തിരക്ക്. കയറ്റിക്കിട അല്ലെങ്കിൽ അടുത്തവൻ മുട്ടിക്കൊണ്ട് തട്ടും. അങ്ങനെ ചായ കുടിക്കാനൊരു സ്ഥലത്ത് നിർത്തി. ഇനിയും ഉണ്ട് 250 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്യാൻ. ഈ സൈഡിൽ കാണുന്ന തീ കണ്ടോ? ഇതാണ് നോർത്ത് ഇന്ത്യയിലെ പൊല്യൂഷൻ്റെ ഏറ്റവും വലിയ കാരണം. വിളവെടുപ്പിന് ശേഷം ബാക്കി വന്ന വൈക്കോലും മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം അവർ കൂട്ടിയിട്ട് കത്തിക്കും, അടുത്ത തവണ പുതിയത് നടുന്നതിന് മുമ്പ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ഈ പുകയെ പൊങ്ങാൻ അനുവദിക്കാതെ താഴെ തന്നെ ഒരു ലെയർ പോലെ ഫോം ചെയ്യും, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ഇത് ശ്വാസകോശ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകും. പൊല്യൂഷൻ്റെ കാരണം ഡീസൽ വാഹനങ്ങളാണെന്ന് പറഞ്ഞ് ഡീസൽ വണ്ടികൾ നിരോധിക്കുന്നത് കൊണ്ടൊന്നും ഇത് സോൾവ് ആകാൻ പോകുന്നില്ല. എന്ന് ഞങ്ങൾ വിളിക്കുന്ന കരിമ്പ് വണ്ടി. വഴി നീളെ ഉണ്ടവണ്ടിയാണ്. ഉണ്ടവണ്ടി കാരണം ഹൈവേ മൊത്തം ബ്ലോക്കാണ്. ഇത് അടുത്തത് ഉണ്ടവണ്ടികൾ. ഇവനെ കാണുമ്പോൾ തന്നെ ആൾക്കാർ റോട്ടിൽ നിന്ന് മാറ്റും. ഉണ്ടവണ്ടികൾ പല വിധം. അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് പോകാം. ഒരു ഉണ്ടവണ്ടി, രണ്ടുണ്ടവണ്ടി.
ഓട്ടം അപ്പുറത്തേക്ക് പോയി കൊടുക്കും. നേരുണ്ട് വണ്ടി, ചെല്ലില്ല എൻ്റെ അടുത്ത് വീണ്ടും ഉണ്ട് വണ്ടി. എനിക്ക് അങ്ങനെ ഈ ഹൈവേ നിറയെ ഉണ്ട് വണ്ടിയാണ്. ലെഫ്റ്റിലുണ്ടോടാ കുടുങ്ങി കയറാൻ പറ്റുന്നില്ല. ഈ വണ്ടി നിറയെ കരിമ്പ, പക്ഷെ ഇത് ഭയങ്കര സ്ലോയിലാണ് പോണത്. അവിടെ എത്ര ടൈം പോയാ? മണിക്കൂറുകളായി. ഈ ഹൈവേയിലാണ് സൂചി കുത്താനിടയില്ല, അതിൻ്റെ ഇടയിലാണ് ഈ ഉണ്ട വണ്ടി. ഹൈവേ ഫുൾ ബ്ലോക്കാണ്. ഇന്നെത്തുമ്പോൾ 11:30 ആവും. ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ വണ്ടിയിലിരുന്ന് എഡിറ്റിങ് ചെയ്യുന്നു. പൂനെ ഇതുവരെ എത്തിയില്ല. സമയം 9:30 ഇനിയും 1.5 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. പക്ഷേ ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി ഫൈനലി ഞങ്ങൾ എത്തി. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റ്. ഇത് എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പൂനെയിൽ നിന്ന് സൂറത്തിലേക്കുള്ള യാത്രയുമായി അടുത്ത ദിവസം കാണാം. ബായ്.